ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള യദു ഗിരീഷിനെ അറസ്റ്റ് ഇതിനോടകം പലരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ചിലയിടത്തൊക്കെ ഇപ്പൊ അതാണല്ലോ ചർച്ചാ വിഷയം. എന്താണ് സംഭവം? 20-ലധികം വരുന്ന പെൺകുട്ടികളെ ഇവൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു പോലും. അതിൽപ്പെട്ട 2-3 പെൺകുട്ടികൾ ഇവനക്കെതിരെ പോലീസിൽ പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നിലവിൽ ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇവൻ അക്കൗണ്ട് ഞാൻ സൈഡിൽ കൊടുക്കാം. ഇവൻ ഇപ്പൊ നിലവിൽ ഇൻസ്റ്റാഗ്രാമിൽ 48.4K ഫോളോവേഴ്സ് ഉണ്ട്. മിക്കവാറും ഇവന് ഫോളോവേഴ്സ് കൂടാനാണ് സാധ്യത. അത് പിന്നെ അങ്ങനെ ആണല്ലോ. പണ്ട് ദീപക് കേസിൽ ഷിംജിതൻ അറസ്റ്റ് ചെയ്ത സമയത്ത് അവൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂടുകയാണല്ലോ ചെയ്തത്. അതേപോലെ തന്നെ ഇവിടെ യദു ഗിരീഷിനും ഫോളോവേഴ്സ് കൂടാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. എനിവേ ഇവന്റെ അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഇവൻ ഒരുപാട് പെമ്പിള്ളേരും മൊത്ത് ഇഷ്ടംപോലെ റീലുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ഇവനുമായി ബന്ധപ്പെട്ട് ഇന്നലെ മാതൃഭൂമി ന്യൂസിൽ വന്നൊരു വാർത്ത നമുക്ക് കണ്ടു നോക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്കൊക്കെ വരാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ടായിരിക്കുന്നത് തൃശൂർ താന്യം സ്വദേശിയായ യദു ഗിരീഷ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുടെ തനി നിറം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഓരോ റീലിനും മില്യൺസ് ആണ് വ്യൂസ് ആയി ഉള്ളത്. ഒരുപാട് പെൺകുട്ടികളും ഉൾപ്പെടെ ഇയാളെ ഫോളോ ചെയ്യുന്നുമുണ്ട്. അങ്ങനെയുള്ള ചില ആളുകൾ അവരുമായി ഇയാൾ ചങ്ങാത്തം ആദ്യം നടിക്കുന്നു, പിന്നീട് അത് സ്ഥാപിച്ച് പിന്നീട് അതൊരു പ്രണയത്തിലേക്ക് കാര്യങ്ങൾ എടുക്കുന്നു, ഒടുവിൽ വിവാഹ വാഗ്ദാനം നൽകുന്നു, പിന്നീട് പണവും അതുപോലെ തന്നെ ഇവരെ ലൈംഗികമായി ഉപയോഗിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. തൃശൂർ സിറ്റി പോലീസാണ് യദു ഗിരീഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 3 പെൺകുട്ടികളുടെ പരാതിയിലാണ് ഈ ഒരു അറസ്റ്റ് നടന്നത്. അതായത് ഈ കഴിഞ്ഞ ജനുവരി മാസമാണ് കേസിനാസ്പദമായ പരാതിയൊക്കെ തന്നെ ഉണ്ടായത്. ഈ പരാതി ലഭിച്ചതിനെ തുടർന്ന് യദു ഗിരീഷിനെ തൃശൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇയാളുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഉൾപ്പെടെയുള്ളവ വിശദമായി പോലീസ് പരിശോധിക്കുകയും ചെയ്തു. അങ്ങനെ പരിശോധിച്ച സമയത്ത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പോലീസിന് കണ്ടെത്താനായി കഴിഞ്ഞത്. ഈ പരാതി നൽകിയ 3 പേർ മാത്രമല്ല, നിരവധി പേരെ ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകിയും അതുപോലെ തന്നെ പണം വാങ്ങിയും അങ്ങനെ പല വിധത്തിൽ ചൂഷണം ചെയ്തിട്ടുമുണ്ട്. അത് തൃശൂർ സിറ്റി പോലീസ് കൃത്യമായി കണ്ടെത്തുകയും ചെയ്തു. ഒടുവിൽ ഇയാളെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ നിലവിൽ ഇയാൾ റിമാൻഡിലാണ്. ഓക്കെ, ഇതാണ് സംഭവം. വല്ലാത്തൊരു ചെങ്ങായി ഇഷ്ടം അല്ലേ? സംഭവം ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അതായത് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടംപോലെ റീലുകൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതൊക്കെ കണ്ട് ഇംപ്രസ്ഡ് ആയ പല പെൺപിള്ളേരും ഇവന് മെസ്സേജ് അയക്കും. അങ്ങനെ മെസ്സേജ് അയക്കുന്ന പെൺപിള്ളേരുമായിട്ടൊക്കെ അവന് സൗഹൃദം സ്ഥാപിക്കും. അങ്ങനെ പതിയെ സൗഹൃദം പ്രണയത്തിലെത്തും. അങ്ങനെ പ്രണയത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഞാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഇവർ റൂം എടുക്കും, പിന്നെ ബാക്കി പരിപാടികളൊക്കെ അവിടെ തീർക്കും. എന്നിട്ട് അതെല്ലാം ഇവന് വീഡിയോ എടുത്ത് വെക്കും. എന്നിട്ട് അതിനുശേഷം അതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഈ പെൺപിള്ളേരെ കയ്യിൽ നിന്നും പണം തട്ടലാണ് ഇവന് മെയിൻ ഹോബി എന്ന് പറയുന്നത്. എന്ത് പറയാനല്ലേ ഇവനോടൊക്കെ. എനിക്കിതെല്ലാം കേട്ട സമയത്ത് മറ്റേ മീശക്കാരൻ വിനീതിനാണ് ഓർമ്മ വന്നത്. അവന് പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ. എന്തായാലും വന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരു സ്ഥിരം സംഭവമായി മാറിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. ഇതിപ്പോ എത്രാമത്തെ ആളുകളാണ് ഈ രീതിയിൽ അറസ്റ്റിലാവുന്നത് അല്ലെ? എന്തിനു പറയുന്നു? ഇപ്പൊ ഇത്തരം വാർത്തകൾക്ക് പോലും പ്രാധാന്യം കുറഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ പണ്ടൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ അറസ്റ്റിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് വലിയൊരു വാർത്തയായിട്ട് മാറും, സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായിട്ട് മാറും. പക്ഷെ ഇപ്പൊ വന്ന് ഒരുപാട് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർമാർ അറസ്റ്റിലാകാൻ തുടങ്ങിയതോടെ ഈ വാർത്തകൾക്കൊക്കെ പ്രസക്തി ഇല്ലാതായി മാറി. മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ പോലും ഇപ്പൊ വലിയ പ്രാധാന്യമൊന്നും ഈ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർമാരുടെ അറസ്റ്റിന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവരിത് എത്രാമത്തെ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രവുമല്ല ഇപ്പൊ വന്ന് ഇത്തരം ന്യൂസുകൾക്കൊക്കെ റീച്ചും കുറയാൻ തുടങ്ങി. ഇപ്പൊ യദു ഗിരീഷുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുടെ റീച്ചൊക്കെ എടുത്തു നോക്കി നിങ്ങൾ, വളരെ തുച്ഛമായ വ്യൂസ് ആണ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയൊക്കെ ആളുകൾക്ക് ഇപ്പോൾ ഇത്തരം വാർത്തകൾക്ക് പ്രാധാന്യം നൽകുന്നുള്ളൂ. എല്ലാ വാർത്തകൾക്കും ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ടല്ലോ. അതെത്തിക്കഴിഞ്ഞാണെങ്കിൽ പിന്നെ എല്ലാവർക്കും മടുപ്പാണെന്നേ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാർത്തകളൊക്കെ വരുന്ന സമയത്ത് ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ. എനിവേ അപ്പൊ നമുക്ക് യദു ഗിരീഷിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇനി ഇവൻ ആരാണെന്ന് മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി ഇവനെ 1-2 റീലുകൾ ഞങ്ങൾക്ക് പ്ലേ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവന് ആരാണ് എന്താണെന്നുള്ളത്. ബാ കണ്ടോക്കാം. ഇതെന്താ സീസൺ ആണോ? എല്ലാവർക്കും ഇതുപോലെ എനിക്ക് രാവിലെ ഇതുപോലെ ഉണ്ടായിരുന്നേ. എനിക്ക് ചാവണമെന്നായിരുന്നു. എന്നിട്ട് എന്റെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ അമ്പലത്തിലെ പൂജാരിയാ. അപ്പൊ അവനെ വിളിച്ചിട്ട് കിട്ടില്ല. അവൻ ഫുൾ പോസിറ്റീവ് മൈൻഡുള്ള മനുഷ്യനാണ്. വിളിച്ചിട്ട് കിട്ടില്ല. അപ്പൊ അവസാനം തിരിച്ചു വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ചാവണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു റീസൺ ഒന്നും ചോദിച്ചില്ലടാ, ഞാൻ നിനക്കൊരു ലിങ്ക് അയച്ചുതരാം വീഡിയോ, ഇത് കണ്ടു നോക്ക് ഫുള്ളായിട്ടുള്ള. ഓക്കെ, ഞാൻ തുറന്നു നോക്കിയപ്പോൾ കുറെ ലിങ്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യത്തെ ലിങ്ക് എടുത്ത് തുറന്നു നോക്കിയപ്പോൾ എന്റെ മൈൻഡ് മൊത്തം മാറി. സീരിയസ്ലി മൈൻഡ് മൊത്തം മാറി. ഞാൻ വിചാരിച്ചത് അത് വല്ല മോട്ടിവേഷണൽ പ്രഭാഷണങ്ങളോ അല്ലെങ്കിൽ വല്ല പോസിറ്റീവ് സംഭവം കാണിക്കുന്ന എന്തെങ്കിലോ വല്ല പാട്ടോ ഭക്തിഗാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് തെറ്റി. ഉണ്ടുപിടിയായിരുന്നു. മോർ ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ കാണാത്ത പലതും ഈ ലോകത്തുണ്ട്. അതൊക്കെ കണ്ടിട്ട് വേണം അങ്ങോട്ട് പോവാൻ. അല്ലെങ്കിൽ മൂപ്പര് പട്ട വെട്ടിത്തല്ലേ. മനസ്സിലായോ? അപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നീ ആണെങ്കിലും ഇതല്ല, ഈ കണ്ടതല്ല ലോകം എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ നോക്കുക. ആ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ജീവൻ വേണം, ജീവൻ നിലനിർത്തണം. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നിനക്ക് ഇതുപോലത്തെ ഇപ്പൊ ചാവാൻ തോന്നിയല്ലോ. അപ്പൊ ഞാൻ രക്ഷപ്പെട്ട ഒരു 10 വീഡിയോ ലിങ്ക് എന്റെ കയ്യിൽ എടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിനക്ക് ഞാൻ അയച്ചു തരാം. ഓക്കെ, ശുഭം.
ആഹാ, എങ്ങനെ ഇരിക്കുന്നു? എജ്ജാതി മോട്ടിവേഷൻ അല്ലേ? എന്തായാലും ഇത്രയൊക്കെ അയച്ചതിക്ക് സ്വന്തം തൊണ്ടുവീട് തന്നെ ആയിരിക്കുമല്ലേ താങ്കളുടെ കയ്യിൽ ഇരിക്കുന്നത്. കാരണം ചില്ലറ പെണ്ണുങ്ങളുമായിട്ടൊന്നും അല്ലല്ലോ കഴിപ്പ് തീർത്തത്. അപ്പൊ അതിന്റെ എല്ലാ വീഡിയോസ് താങ്കളുടെ കയ്യിൽ ഉണ്ടാകും. അല്ലാണ്ട് എന്ത് പറയാനാണ് ഇവനോടൊക്കെ അല്ലേ? കാര്യമായിട്ട് കുളിച്ച് വന്ന് ചന്ദനക്കുറിയും തൊട്ടിരുന്ന് കഴിഞ്ഞിട്ട് അവൻ തുണ്ടുവർത്തനം പറയാൻ വന്നേക്കുവാണ്. ഇതൊക്കെയാണ് ഇവന്റെ നിലവാരം എന്ന് പറയുന്നത്. ഇങ്ങനെ പച്ചയ്ക്ക് പബ്ലിക്കിൽ വന്ന് പറഞ്ഞവനൊക്കെ പെമ്പിള്ളേരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇതല്ല ഇവന്റെ മനസ്സിലിരിപ്പ് എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പൊ ജയിലിലായല്ലോ, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ആർക്കൊക്കെ തുണ്ടുവീട് അയച്ചു കൊടുക്കണം എന്നുള്ളത് പോലീസ് ഏമാര് തീരുമാനിച്ചോളൂ. കഴിഞ്ഞില്ലേ? ഇനി ഇവന്റെ അടുത്ത വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഇവന്റെ റേഞ്ച് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. വാ കണ്ടോക്കാം. എച്ചാദ്യം മോട്ടിവേഷൻ മോനെ, രോമ വരെ എണീറ്റ് നിന്ന് പോയി. ആ എഴുതിയതൊക്കെ നിങ്ങൾ വായിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണ് എഴുതിയത്? ബ്രേക്കപ്പ് ആയി നിൽക്കുന്നവന് ഒരൊറ്റ സെന്റൻസിൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ? അതിനിവൻ കൊടുത്ത മറുപടി എന്താണ്? വാഴ ഇലയിലാണ് ഭക്ഷണമെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ ഇല കളയണം പോലും. ആഹാ, എന്ത് ഭംഗിയുള്ള സെന്റൻസ്, കൊള്ളാം അല്ലേ? ഇതൊക്കെ ഉണ്ടല്ലോ ഇവൻ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത കോട്ടുകളാണ് മക്കളെ. എന്തായാലും ഇവൻ പറഞ്ഞതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പെമ്പിള്ളേരുമായി പ്രണയത്തിലാവുക, കളിക്കുക, പിന്നെ ഒഴിവാക്കുക. അതാണ് കഴിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇല ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ വെറുതെ ഉപേക്ഷിച്ചാൽ പോരെ കേട്ടോ. അത്യാവശ്യം തുട്ട് തടയുന്ന ഇലയാണെങ്കിൽ ആ തുട്ടും കൂടി കീശയിലാക്കിയതിനു ശേഷം മാത്രമേ കളയാവൂ. ഇല്ലെങ്കിൽ ആ ഇലയിൽ ഉണ്ടതിൽ കാര്യം ഉണ്ടാവൂല. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല മക്കളെ. മോട്ടിവേഷൻ മാത്രമല്ല, ആശാന അഭിനയം വശമുണ്ട്. ഇവൻ ഒരുപാട് പെമ്പിള്ളേരുമായിട്ട് ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാനതെല്ലാം കൂടെ എടുത്തിട്ട് കാണിക്കുന്നില്ല. ഭയങ്കര അഭിനയമാണ് കേട്ടോ എല്ലാത്തിലും. മാത്രവുമല്ല ഒരുപാട് പെമ്പിള്ളേരൊത്തു ഇവന് റീൽസ് വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഒന്നും വേണ്ട, ഇവന്റെ ഭാര്യയുമായി ഇവൻ ചെയ്തൊരു റീൽ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം. ആഹാ, എന്താ അഭിനയം അല്ലേ? നല്ല ഒന്നാം തരം അഭിനയം. എണീറ്റ് ഇന്ന് കൈയടിച്ചു പോകും. അജ്ജാതി അഭിനയാണെന്ന് പറയാതെ വയ്യ. പക്ഷെ ആശാന്റെ റീലില് മാത്രമല്ല ജീവിതത്തിലും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. അത് വേറെ കാര്യം. അങ്ങനെ അഭിനയിച്ചാണല്ലോ 10-26 പെമ്പിള്ളേരെ അവന് വശത്താക്കിയത്. അപ്പൊ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ആശാൻ ഒരു സകല കലാവല്ലഭനാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നന്നായി മോട്ടിവേഷൻ ചെയ്യും, നന്നായി അഭിനയിക്കും, നന്നായി ഡാൻസ് കളിക്കും. അങ്ങനെ ഒരു പെണ്ണ് ആണിൽ ആഗ്രഹിക്കുന്ന എല്ലാ ഗുണങ്ങളും ആശാനുണ്ട്. ആ ഗുണങ്ങളെല്ലാം ആശാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രകടിപ്പിക്കുന്നുമുണ്ട്. അതുവഴി ഒരുപാട് പെമ്പിള്ളേരെ ചാക്കിട്ട് പിടിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരുപാട് പെമ്പിള്ളേരെ ചാക്കിട്ട് പിടിച്ചാണ് ഇവന് ഇപ്പൊ ഈ നിലയിലെത്തിയത്. എന്തായാലും ഇവന്റെ ചാക്കിൽ വീണ് പോയ ഒരു പെൺകുട്ടിയുടെ അനുഭവം നമ്മുടെ സീക്രട്ട് ഏജന്റ് ഇന്നലെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വോയിസ് ഒക്കെ മാറ്റിയിട്ടാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും അവൾക്ക് പറയാനുള്ള എന്താണെന്നുള്ളത് കേട്ടു നോക്കി. ഈ അതിജീവൻ എനിക്ക് അറിയുന്നത് 2024 ഞങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നു. ഒരു 2 years ഒരു റിലേഷൻഷിപ്പിലായിരുന്നു ഞങ്ങള്. ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്തത് ഒരു തേപ്പ് കിട്ടിയ ഒരാള് എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്തത്. അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഞങ്ങൾ ആദ്യം അവന്റെ സ്റ്റോറിക്ക് ജസ്റ്റ് കമന്റ് ചെയ്ത് അങ്ങനെ അറിയുന്നതാ. ഞാൻ ഡിഗ്രിക്ക് ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോ അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് ആണല്ലോ. അപ്പൊ ഒരു പോയിന്റിൽ പറഞ്ഞു അവന്റെ വീട്ടിൽ കല്യാണം നോക്കുന്നുണ്ട്, എനിക്ക് നിന്റെ ക്യാരക്ടർ ഇഷ്ടമായി, സോ നിനക്ക് എങ്ങനെയാ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് ആ ടൈമില്. അപ്പോൾ ഓൾറെഡി എനിക്ക് അറിയുന്ന ആളാണ്, അവരുടെ നല്ല ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നിയിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ റിലേഷൻഷിപ്പിലായി. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവന്റെ വർക്ക് സൈബർ സെൽ ഓഫീസർ ആണ്, SI ആണ്, ഇത് ആരോടും പറയരുത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? എന്നിട്ട് ഇവനൊരു ചേച്ചി ഉണ്ട്. ആ ചേച്ചിക്ക് ഒരു മെന്റൽ ഇഷ്യൂസ് ഉണ്ട്. ആ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇട്ടേച്ച് പോയതാ. ആ ചേച്ചിക്ക് ഒരു കുട്ടി ഉണ്ട് എന്നൊക്കെ എന്നോട് ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന്റെ ആധാർ കാർഡ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവന്റെ ആധാർ കാർഡ് അതില് 2000 ആണ് അവന് ഡേറ്റ് ഓഫ് ബർത്ത് കാണിച്ചിട്ടുണ്ടായത്. 2000. ആക്ച്വലി ഇവന്റെ വർക്ക് വരുന്നത് ICICI ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിലാണ്. ആക്ച്വലി ഒരു 10 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നീടാണ് അതൊക്കെ അറിയുന്നത്. ഇവന്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞതാണ്, ഒരു കുട്ടിയുള്ളതാണ് ഇവന്. പക്ഷെ അതൊക്കെ ഹൈഡ് ചെയ്ത് സിംഗിൾ ആണെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. മനസ്സിലായോ? പിന്നെ ഇവന്റെ ആധാർ കാർഡ് ഫേക്ക് ആയിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. കാരണം ഇവനെ 38 വയസ്സുണ്ട് ഇപ്പം. അന്ന് എനിക്ക് കാണിക്കും 24 വയസ്സുള്ളതാണ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ലാസ്റ്റ് ആയിട്ടാണ് ഞാൻ അറിയുന്നത്. ഇതിന് ഒരുപാട് പെൺകുട്ടികളായിട്ട് ഇങ്ങനെ ഈ ഫോട്ടോസ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവര് പറയും അതിന്റെ കസിനാണ്, കൊളീഗാണ്, അങ്ങനെ എന്നൊക്കെ പറയാറ്. പിന്നീടാണ് അത് മനസ്സിലായത് ഈ പെൺകുട്ടികളുടെ റിലേഷൻഷിപ്പ് ആയിരുന്നു. എല്ലാരോടും പറഞ്ഞിരിക്കുന്നത് സിംഗിൾ ആണ്, മാരീഡ് അല്ല.
പിന്നെ ഇവൻ ചേച്ചി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് ഇവന്റെ ഇവന്റെ വൈഫ്. ആ ചേച്ചി ആ കൊച്ചാണെന്ന് പറയുന്ന ഒരാളാണ് ഇവന്റെ സ്വന്തം മോനത്. പക്ഷെ അതൊക്കെ ഹൈഡ് ചെയ്തിട്ടാണ് ഇവൻ റിലേഷൻഷിപ്പിലാവുന്നത്. എന്താ അവനോടൊക്കെ പറയാ? പറഞ്ഞേ കിട്ടില്ലേ? ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെടുന്ന പെമ്പിള്ളാരോടൊക്കെ സ്വന്തം ഭാര്യ എന്നും പറഞ്ഞാണ് പരിചയപ്പെടുത്തുന്നത്. ചേച്ചിയാണെന്നും പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. സ്വന്തം മകനെയോ ചേച്ചിയുടെ മോനാണെന്നും പറഞ്ഞുകൊണ്ട്. ഇവനൊക്കെ എന്താ വിളിക്കേണ്ടത് അല്ലേ? ചെറ്റാന്ന് വിളിച്ചാണെങ്കിൽ കുറഞ്ഞു പോകും, വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കേണ്ടി വരും. സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി ഭാര്യയെ ചേച്ചിയാക്കാനും സ്വന്തം മകനെ ചേച്ചിനെ മകനാക്കാനും ഇവന് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇവൻ പരിചയപ്പെടുന്ന പെമ്പിള്ളാരോടൊക്കെ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താണ്? ഇവൻ ചേച്ചിയെന്നും പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് എന്റെ ഭാര്യയ്ക്ക് മെന്റലാണ് പോലും. അതുകൊണ്ട് തന്നെ ചേച്ചിന്റെ അടുത്ത് അധികം ആരും സംസാരിക്കാനും ഒന്നും പോകണ്ട പോലും എന്നാണ് ഇവനെ എല്ലാ പെമ്പിള്ളാരോടും പറയാറ്. ഇത് കേൾക്കുന്ന സമയത്ത് പെമ്പിള്ളാർ എന്ത് കരുതും? മെന്റൽ അല്ലേ, അതുകൊണ്ട് അധികം അടുക്കാൻ പോകണ്ട എന്നുള്ളതാണ്. ഇതും പറഞ്ഞ് ഇവന്റെ ഭാര്യയിൽ നിന്നും ഇവൻ എല്ലാ പെമ്പിള്ളാരെയും അകറ്റി നിർത്തും പോലും. എന്തൊരു കാഞ്ഞ ബുദ്ധിയാണ് അല്ലേ? പെമ്പിള്ളാരെ വലയിലാക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയെ പോലും ഇവന് മെന്റലാക്കി കളഞ്ഞു. ഇതിനും മികച്ചൊരു ഭർത്താവിന് വേറെ എവിടെ കിട്ടും അല്ലേ? ഭാര്യ ഉണ്ടായിരിക്കുക തന്നെ മറ്റുള്ള പെമ്പിള്ളാരായിട്ട് ഫ്ലേർട്ട് ചെയ്യാൻ പോകുന്നതേ ഒരു ആനച്ചറ്റത്തിലാണ്. അതിന്റെ കൂട്ടത്തിൽ ഭാര്യയെ മെന്റലായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ കൂടി ചെയ്തു കഴിഞ്ഞാണെങ്കിൽ എന്താ ഇതിനൊക്കെ പറയാ? എന്തായാലും കൊള്ളാം, ഇവനാണ് നമ്മൾ വിചാരിച്ച പോലെയല്ലേ കേട്ടോ. ഒരു ജഗജാലക്കില്ലാതെ തന്നെയാണ്. ബാക്കി കണ്ടോക്കാം. ആദ്യം നന്നായിട്ട് സ്നേഹവും കാര്യങ്ങളും റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ആദ്യ ദിവസങ്ങളൊക്കെ തരും. പിന്നെ ഇങ്ങനെ ഓടിയണ പോലെ നമുക്ക് തോന്നും. പക്ഷെ അവൻ ആ സമയത്ത് പറയാം, എടി അത് സൈബർ സെല്ലിലല്ലേ വർക്ക് വരുന്നേ, അപ്പൊ പിന്നെ എപ്പോഴും ഞാൻ ബിസി ആയിരിക്കും, എനിക്ക് ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് നീ നൈറ്റ് ഓണിൽ കണ്ടാൽ നിനക്കൊന്നും തോന്നരുത്, നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഇവൻ സൈബർ സെല്ലിലല്ലാട്ടോ വർക്ക്, ഇവൻ ഇൻഷുറൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പാലക്കാടാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതാണ് ഇവൻ ജോലി പോലും പെമ്പിള്ളാരുടെ മുന്നിൽ ഫേക്ക് ആയിട്ടാണ് കാണിക്കുന്നത്. ഇവൻ ആക്ച്വലി ജോലി ചെയ്യുന്നത് ഇൻഷുറൻസ് കമ്പനിയിലാണ്. പക്ഷെ പെമ്പിള്ളാരോട് പറയുന്നത് എന്താണ്? ഞാൻ സൈബർ സെല്ലിൽ SI ആണെന്നാണ്. ഇങ്ങനെ പറയുന്നതിന് മുന്നിൽ രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവന് യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പെമ്പിള്ളാരെ അന്വേഷിച്ച് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇവൻ ഒരു ഫേക്ക് ജോലി പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഉദ്ദേശം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇവൻ സൈബർ സെല്ലിലാണ് SI ആണെന്നൊക്കെ പറയുന്ന സമയത്ത് അപ്പുറത്തുള്ള ആൾക്ക് ഇവനോട് ചെറിയൊരു പേടിയും ബഹുമാനവും ഒക്കെ ഉണ്ടാകും അല്ലെ? അവൻ സൈബർ സെല്ലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവന് ഫോൺ സംബന്ധിച്ച് പല സംഭവങ്ങളും എനിക്ക് അറിയുമായിരിക്കും. മാത്രമല്ല ഇവൻ പല പെമ്പിള്ളാരോടും പറയുന്നത് എന്താണ്? എനിക്ക് എത്തിക്കൽ ഹാക്കിംഗ് അറിയാന്നുള്ളതാണ്. ഇതും കൂടി കേട്ട് കഴിഞ്ഞാണെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ ഇവന് ഹാക്ക് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് അപ്പുറത്തുള്ള പെമ്പിള്ളാർ കരുതും. അതിനനുസരിച്ച് ഇവനോട് ചാറ്റ് ചെയ്യാനും തുടങ്ങും. ഇതിനൊക്കെ വേണ്ടിയാണ് ഇവനൊരു ഫേക്ക് ജോലി എല്ലാ പെമ്പിള്ളാരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. കാഞ്ഞ ബുദ്ധി തന്നെ അല്ലേ? ഇവനറിയാം ഇവിടെ എങ്ങനെ നിന്നാലാണ് പെമ്പിള്ളാർ വലയിൽ വീഴുക എന്നുള്ളത്. അവനത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്തിട്ടുമുണ്ട് കേട്ടോ. ഞാൻ അറിഞ്ഞെടുത്തോളം ഇവർ 2022 മുതൽ ഈ പരിപാടി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഈ പരിപാടി ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും ഇവൻ ഒരിക്കൽ പോലും പിടിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്താണ് ഇവൻ പിടിക്കപ്പെട്ടു തുടങ്ങിയത്. ഇത്രയും കാലം ഈ ഫേക്ക് പരിപാടികൾ വെച്ച് ഇവന് ഫ്ലേറ്റിങ്ങും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവൻ ചില്ലറക്കാരനല്ല നടത്തും. ഇവനൊരു കാഞ്ഞ ക്രിമിനൽ തന്നെയാണ്. കഴിഞ്ഞില്ല, ബാക്കിയുടെ കേട്ടോക്കാം. ഇതൊക്കെ അറിഞ്ഞപ്പോ ഞാൻ അവനോട് ചോദിച്ചപ്പോഴും അവൻ സമ്മതിച്ചെന്നില്ല. അല്ലാതെ അങ്ങനെയാണ് ഇങ്ങനെന്നൊക്കെ സമ്മതിച്ചെന്നില്ല. ആക്ച്വലി ഞാൻ എന്റെ വൈഫിനൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചേച്ചി പറഞ്ഞു, അപ്പൊ വൈഫിനല്ല ഇവന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് എന്ത് ഇവന്റെ കല്യാണം കഴിഞ്ഞെന്നും കൊച്ചുണ്ടെന്നും ഇവൻ ഇൻഷുറൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതൊക്കെ കേൾക്കുമ്പോൾ അറിയുന്ന കുറച്ച് ചേച്ചിമാരോട് ഇവൻ റീലൊക്കെ ചെയ്ത് ഇവൻ ഫോളോ ചെയ്യുന്ന കുറച്ച് സംശയം എന്ന് പറഞ്ഞ ചേച്ചിമാർക്ക് മെസ്സേജ് അയച്ചപ്പോഴാണ് മനസ്സിലായത് ഇവരെല്ലായിട്ടും റിലേഷൻഷിപ്പിലാണ്. സെയിം കാര്യം തന്നെയാണ് എല്ലാവരോടും പറഞ്ഞേക്കണത്. എന്ത് സിംഗിൾ ആണ്, കല്യാണം നോക്കുന്നുണ്ട്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവന് നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്ത് ലാസ്റ്റ് റിലേഷൻഷിപ്പിലാവും. എന്നിട്ടാണ് പിന്നെ ഫിസിക്കലിലോട്ട് പോകുന്നത്. ഇപ്പം പറയും അവനിക്ക് ഇങ്ങനത്തെ ടെൻഡൻസി കൂടുതലാണ്, എനിക്ക് പെണ്ണായിട്ട് നീയല്ലേ ഉള്ളു, അപ്പൊ നീയല്ലേ ഇതൊക്കെ, അല്ലെങ്കിൽ ഞാൻ വേറെ വല്ലതായിട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് അത് സഹിക്കോ അങ്ങനെ എന്നൊക്കെ പോയിട്ട് നമുക്ക് നിർബന്ധിച്ചിട്ട് നമ്മൾ ഫിസിക്കലിലോട്ട് കൊണ്ട് എത്തിക്കുക. മനസ്സിലാവും. എന്നിട്ടാണ് നമ്മളത് പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് അവോയ്ഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോഴാണ് ഈ സത്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. അന്ന് ഞാൻ നല്ല വീക്കായിട്ടുണ്ടായിരുന്നു, നല്ല വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായി പോയി കയറി ചെന്ന് കൊടുത്തിട്ടല്ലേ അനുഭവിച്ചോ, അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാണ്. അപ്പൊ ആശാന്റെ മോഡസ് ഓഫ് ഓപ്പറാൻഡി എന്താണെന്നുള്ളത് ഏകദേശം എനിക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻസ്റ്റാഗ്രാമിൽ പെമ്പിള്ളാരെ പരിചയപ്പെടുന്നു, അവർക്ക് മുന്നിൽ ഒരു ഫേക്ക് ഐഡന്റിറ്റി അവതരിപ്പിക്കുന്നു, അത് അവരുമായി പ്രണയത്തിലാകുന്നു, പിന്നെ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, പിന്നെ ആളെ നൈസായിട്ട് തട്ടുന്നു. ആ തട്ടുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ മാക്സിമം വാങ്ങിക്കാവുന്നതിന്റെ പൈസ മൊത്തം വാങ്ങിച്ചെടുക്കുന്നു, പിന്നെ അടുത്ത ആളിലേക്ക് പോകുന്നു. ഇതിങ്ങനെ ആശ ഇങ്ങനെ ചെയ്തു വരികയായിരുന്നു. ഞാൻ അറിഞ്ഞെടുത്തോളം ഇവൻ ഒരേ സമയം ഒരുപാട് പെമ്പിള്ളാരെ ഫ്ലേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ ഇവൻ എങ്ങനെ സാധിക്കുന്നതിടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വല്ലാത്തൊരു ജഗജാലക്കില്ലാതെ തന്നെ കേട്ടു ഇവന്. എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. പ്രൊഫൈല് ഇപ്പോഴാണ് ഫാദർ ആൻഡ് ഹസ്ബൻഡ് എന്ന് ഇട്ടേക്കണത്. ആദ്യക്ക് ഇവന്റെ പ്രൊഫൈല് ഇവൻ മാത്രമുള്ള പ്രൊഫൈലായിരുന്നു. പിന്നെ ഡോൺ ജഡ്ജ് ബൈറ്റ്സ് കവർന്നായിരുന്നു അതിന്റെ താഴെ ഉണ്ടായിരുന്നത്. പിന്നെ പെയ്ഡ് കൊളാബ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവന്റെ ആദ്യത്തെ പ്രൊഫൈൽ ഉണ്ടായിരുന്നത്. അപ്പോ അവന്റെ വീട്ടിലറിഞ്ഞപ്പോ വൈഫിനെ വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഇവൻ ഫാദർ ആൻഡ് ഹസ്ബൻഡ് എന്നൊക്കെ ഇട്ടതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാം ബയോയിൽ ചേഞ്ച് ആക്കിയത് അവൻ. അതിനു മുമ്പ് ഒരു സിംഗിൾ
ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരാൾ അവന്റെ ഹൈലൈറ്റ് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു സിംഗിൾ ആയിട്ടുള്ള ആൾക്കാര് ഇപ്പോഴും ചില കോഡ്സ് അവന്റെ അക്കൗണ്ടിൽ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അങ്ങനെ ഇപ്പോഴാണ് അവൻ ആ ബയോ ഒക്കെ മാറ്റിയത് കേട്ടോ. പിന്നെന്താ, അത്രയും ഒരുപാട് പെൺകുട്ടികൾ ചതിച്ചിട്ടുണ്ട്, ഒരുപാട് പെൺകുട്ടികളെ ചതിച്ചിട്ടുണ്ട്. അതാണ് അറിഞ്ഞത്. അവൻ അത്രയും എന്താ ഇഷ്യൂ നമുക്ക് അറിയില്ല. എന്ത് ഇഷ്യൂ? കുത്തിക്കായ്പാണ് അവന്റെ ഇഷ്യൂ. ആ കുത്തിക്കായ്പിനുള്ളത് അവന് കിട്ടുകയും ചെയ്തല്ലോ. ഇപ്പൊ ആൾ അറസ്റ്റിലായല്ലോ. പക്ഷെ ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ തീരുമെന്ന് നിങ്ങൾ ആരും കരുതേണ്ട മക്കളെ. ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവന് സുഖമായിട്ട് ജാമ്യം കിട്ടും. കാരണം 10-25 പെമ്പിള്ളേരെ ഇവന് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണല്ലോ ഇവനെതിരെ വന്ന പരാതി എന്ന് പറയുന്നത്. 25 പെമ്പിള്ളേരും കൺസെന്റോട് കൂടിയായിട്ടാണ് ഇവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ നിയമ സാഹചര്യം അനുസരിച്ച് അത്തരം കേസുകളൊന്നും കോടതിയിൽ നിൽക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇവന് സുഖമായിട്ട് ജാമ്യം കിട്ടി ഇറങ്ങി പോരാൻ പറ്റും. അങ്ങനെ ഇറങ്ങി പോകുന്നതിന് ശേഷം പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് ഞാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ഇവൻ ഇതുവരെ ചെയ്തതിനേക്കാളും 10 മടങ്ങ് ഫ്ലേട്ടിംഗ് ഇവന് തുടരും. ഇപ്പൊ 26 എന്നാണല്ലോ ഇവന്റെ കണക്ക്. അത് ഇവൻ 50 ആക്കി മാറ്റും. ഉടനെ വൈകാതെ തന്നെ ഇവന് ഹാഫ് സെഞ്ചുറി അടിക്കും. നിങ്ങൾ കണ്ടോളൂ, അതായിരിക്കും മിക്കവാറും സംഭവിക്കാൻ പോകുന്നത്. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണ്. ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും കുറെ എണ്ണവന്റെ വലയിൽ ചാടി കൊടുക്കാണ്ടാവും. നിങ്ങൾ നോക്കിക്കോളെ, അത് അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. എത്രയൊക്കെ കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത കുറെ എണ്ണം. ഇങ്ങനെയുള്ള പെമ്പിള്ളേരുള്ളിടത്തോളം കാലം ഇത്തരക്കാർ അവരെ മുതലെടുത്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഈ മുതലെടുപ്പിനെല്ലാം നിന്ന് കൊടുത്തിട്ട് അവസാനം മോഹിക്കൊണ്ട് വരികയും ചെയ്യും. എന്നെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കിയെന്നും പറഞ്ഞുകൊണ്ട് എന്ത് പറയാനാണ് വ്യക്തികളോടൊക്കെ? കുറച്ചൊക്കെ കോമൺ സെൻസ് ഉപയോഗിക്കണ്ടേ? ദയവ് ചെയ്ത് എന്റെ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്ര ഡീപ്പ് റിലേഷൻഷിപ്പിലാണെങ്കിൽ കൂടി ഈ വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധം ഉണ്ടല്ലോ, അതങ്ങോട്ട് ഒഴിവാക്കിയേക്ക്. ഈ വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതങ്ങ് വേണ്ടാന്ന് തീരുമാനിച്ചാൽ തന്നെ പകുതി മുക്കാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. ഇതങ്ങ് പ്രണയത്തിലായി 2ാം നാളെ തന്നെ അങ്ങ് റൂം എടുത്ത് പരിപാടി അങ്ങ് തുടങ്ങും. അവസാനം അവരെങ്ങ് ഇട്ടേച്ച് പോകുമ്പോൾ എന്നെ ഇട്ടേച്ച് പോയെന്ന് നിലവിളിച്ചുകൊണ്ട് വരികയും ചെയ്യും. ഞാൻ ഒരിക്കലും ഇരകളെ താഴ്ത്തി കെട്ടല്ലേ കേട്ടോ. ഞാൻ അന്നും ഇന്നും എന്നും ഇരകൾക്ക് സപ്പോർട്ട് തന്നെയാണ്. പക്ഷെ കുറച്ചൊക്കെ നമ്മളെ ഭാഗത്തൊന്നും ഇനീഷ്യേഷൻ ഉണ്ടാവണം. അല്ലാതെ എല്ലാത്തിനും ഇങ്ങനെ നിന്ന് കൊടുത്തിട്ട് അവസാനം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അല്ല, കുറെ കേസായി നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഒരു പെൺകുട്ടിയുടെ അനുഭവം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പെൺകുട്ടിയുടെ അനുഭവം നമ്മുടെ ഹെലനോസ് പാട്ട് എന്നാലും അവളുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മുട്ടൻ കോമഡിയാണ് കേട്ടോ. അത് കേട്ടോക്കാം. ഇവൻ പല രീതിയിലാണ് ഇവിടെ തട്ടിപ്പ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല 2026 എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നുള്ളത്. ആ ആളെ പറ്റിച്ച രീതി എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? പിന്നെ ഇവന്റെ മെയിൻ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സിമ്പത്തി എന്ന് പറയാൻ പറ്റില്ല, ഇതിനാ ഒരു ലൈക്ക് അനുകമ്പ പിടിച്ചു പറ്റില്ലാണ് ഇവന്റെ മെയിൻ. ഇവൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോർമൽ മെസ്സേജസ് അയക്കും. ഹലോ, ഹായ്, സുഖല്ല, എന്താണെന്നൊക്കെ അങ്ങനെയൊക്കെ അയക്കും. പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവൻ പറയും പിന്നെ ഏതെങ്കിലും ഒരു ഫോട്ടോ അയച്ചിട്ട് നമ്മുടെ പ്രൊഫൈലിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ക്രഷ് ആയി എന്ന് പറയും. പിന്നെ അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ റിപ്ലൈയും കൂടെ നോക്കും. പിന്നെ എന്നിട്ട് ഇവര് ആ സ്ത്രീ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർ ഫസ്റ്റ് റെസ്പോണ്ട് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, അതങ്ങനെ വിട്ടു. പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ ഒരു പ്രാവശ്യം ഈ യദു 1 ടൈം ആയിട്ടൊരു ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. ഇവൻ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനൊരു എത്തിക്കൽ ഹാക്കറാണ്, ഒരു പ്രൈവറ്റ് കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ബാംഗ്ലൂരിൽ. അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഫോട്ടോ, ഒരു 1 ടൈം ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ്. അതില് ഒന്ന് ചെറുതായിട്ട് ഇയാളുടെ പ്രൈവറ്റ് പാർട്ട് എന്തോ കാണുന്നുണ്ട് ആളുടെ ഈ യദുവിന്റെ. അപ്പൊ ഇവര് പറഞ്ഞത് ഞാനത് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല, 1 ടൈം അയച്ചു, ആ ഫോട്ടോ കണ്ട് അവിടെ വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇവൻ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് അൺസെൻഡ് ചെയ്തിട്ട് പറഞ്ഞു ഇത്രേ, സോറി, ആ ഫോട്ടോ കണ്ടായിരുന്നു, അത് ദയവേത് ഡിലീറ്റ് ചെയ്യണം. അപ്പൊ ഇവര് പറഞ്ഞു ഞാൻ ഡിലീറ്റ് ചെയ്യാൻ ഞാനത് കണ്ടിട്ടും പോലും ഇല്ല. അല്ല, എല്ലാവർക്കും ഇപ്രാവശ്യം ഇപ്പം എല്ലാവരുടെ കയ്യിലും 2 ഫോണൊക്കെ ഉള്ളതല്ലേ, വേറെ ഫോണിൽ എന്റെ ഫോട്ടോ വല്ലതും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ യദു പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ ഓ മൈ ഗോഡ് എന്താണ് ഇവർ പറയുന്നത്? അപ്പൊ ഇവർ പറഞ്ഞു നിങ്ങൾ എത്തിക്കൽ ഹാക്കർ അല്ലേ, എന്റെ ഫോൺ നിങ്ങൾ എത്തിക്കൽ ഹാക്കിംഗ് വഴി ചെക്ക് ചെയ്തോളൂ, ഞാൻ എവിടെയും ഫോട്ടോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. അല്ല നിങ്ങൾ അപ്പൊ യദു പറഞ്ഞു ഇത്രേ, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രമാണോ ചാരിത്രം ഉള്ളത്, ഞങ്ങൾ ആണുങ്ങൾക്കില്ലേ, ഞങ്ങൾക്കും ഇല്ലേ, അത് അറിയാണ്ട് സെൻഡായി പോയതല്ലേ, അതൊന്ന് ഡിലീറ്റ് ചെയ്യ് പ്ലീസ് യദു പറഞ്ഞു ഇത്രേ. അപ്പൊ ആ ഒരു സാധനം വരുന്ന സമയത്ത് ഇവർക്കൊരു ഇത് തോന്നി, ഒരു ഇംപ്രഷൻ തോന്നി ഈ യദുവിന്റെ അടുത്ത്. വാവ്, അറിയാണ്ട് അയച്ചു പോയതാണ്, അതിലെവിടെയോ ഒരു ചെറുതായിട്ടാണെങ്കിൽ പോലും നമ്മുടെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം കണ്ടത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. എന്നിട്ട് പോലും ആ ഒരു പേടി, യദുവിന്റെ ഉള്ളിൽ ആ ഒരു പേടിയാണ് ഇവരെ യദുവിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. പെമ്പിള്ളേരെ വലയിൽ വിറ്റാൻ ഇവർ എന്തൊക്കെ ഗെമ്മിക്കുകളാണ് ചെയ്യുന്നത് അല്ലെ? എന്തായാലും കൊള്ളാം, ഹെലനോസ് പാട്ട് അടിപൊളിയായിട്ട് ഇവനെ അവതരിപ്പിക്കുന്നുണ്ട് അല്ലെ? അതിന് ഹെലനോസ് പാട്ട് ഒരു കയ്യട് അറിയിക്കുന്നുണ്ട്. ഇമാതിരി കാര്യങ്ങളൊക്കെ ഹെലനെ കൊണ്ടേ പറ്റത്തുള്ളൂ. എന്തായാലും സംഭവം ഏകദേശം നിങ്ങൾക്ക് പിടുത്തം കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉടനെ തന്നെ അവൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉടനെ തന്നെ അവൻ 50 അടിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചേക്കാം. കാത്തിരുന്ന് തന്നെ കാണാം. എന്താണ് നേരിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.